UDF എങ്ങനെയും അധികാരത്തിൽ വരാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ ആയിരിക്കും LDFന് മൂന്നാം വട്ടവും തുടർഭരണം വേണമെന്നുണ്ട്. അപ്പോൾ അതിനും ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഏത് ചെകുത്താനുമായിട്ടുള്ള കൂട്ടുകെട്ടിനും തയ്യാറാകും. പക്ഷേ ആ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ സഫലമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ടാണ് UDFന്റെ കൂട്ടുകെട്ട് വളരെ ഗൗരവമായി എടുക്കേണ്ടത് തന്നെയാണ്. അതായത് അതിന് കൂട്ടുനിൽക്കുന്നത് മുസ്ലിം ലീഗുമാണ്. മത തീവ്രവാദ സംഘടനകളുമായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നു എന്നാണ് BJPയിൽ നിന്ന് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. തെളിവുകൾ സഹിതമാണ് ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തൽ. ഇത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധം കേരളത്തിലെ LDF UDF മുന്നണികൾ വെച്ചു പുലർത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇരു കൂട്ടർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട കാര്യം തന്നെയാണ്. ഇക്കുറി ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകൾ മുഴുവൻ UDFൽ നിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് നിലമ്പൂരിലെയും പാലക്കാടിലെയും ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPIയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം വ്യക്തമായി കഴിഞ്ഞതാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം തന്നെ ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? SDPIയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. നിലമ്പൂരിൽ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകെട്ടുണ്ട് എന്ന് VD സതീശൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മതതീവ്രവാദ സംഘടനകളെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ട തരത്തിലുള്ള ഒത്താശകളെല്ലാം ചെയ്തതും കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തതും മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ വലിയ പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 26 അധികാരത്തിൽ എത്തണം. അതിനൊരു തീവ്ര യജ്ഞത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നടക്കൂ എന്നവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഒരു കൂട്ടുകെട്ടിലേക്ക് പോയിരിക്കുന്നത്. ജമായത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI ഇങ്ങനെ പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ വിവിധ വകഭേദങ്ങളും പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അണികളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. SDPIക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ലേബലിൽ നിന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോലും കടന്നിട്ടുള്ളത്. അതാണ് കേരളത്തെ ആകെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം. ഇപ്പോൾ പറയുന്നുണ്ട്, ഷോൺ ജോർജ് പറയുന്ന കാര്യം, ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ്. ഒന്ന് നോക്കുക, ഇന്ത്യൻ ഭരണഘടന കയ്യിലുയർത്തിക്കൊണ്ട് രാജ്യം മുഴുവൻ കറങ്ങുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്നാൽ ഭരണഘടനയും കൊണ്ടുപോകുന്നു, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. ഈ പറയുന്നത് കണ്ടാലും കേട്ടാലും തോന്നുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഭരണഘടന ധ്വംസിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ആ പാർട്ടി തന്നെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് വിരോധാഭാസമാണിത്? രാജ്യദ്രോഹികളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഭരണഘടനയുടെ അപ്പോസ്തലന്മാരാണ് ഞങ്ങൾ എന്നൊക്കെ ഈ കപട നാടകം കളിക്കുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി? ഷോൺ ജോർജ് എടുത്തു പറയുന്ന കാര്യം, ഷോൺ ജോർജ് ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലും
അവർക്കുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം വളരെ വലുതാണ്. പൂഞ്ഞാറിൽ എന്തുകൊണ്ട് 2021 PC ജോർജ് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഇന്ന് കാണുന്ന പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കി മാറ്റിയത് PC ജോർജ് ആണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDP എല്ലാം തന്നെ അവിടുത്തെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതാ ഷോൺ ജോർജ് പറയുന്നത് ഈരാറ്റുപേട്ടയിലെ വളരെ പരസ്യമായ ബന്ധം തന്നെ, അതായത് അവിടുത്തെ നഗരസഭയില് 3-ാം വാർഡിലും 13-ാം വാർഡിലും UDF സീറ്റിൽ മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് എന്ന് നോക്കുക. ഷോൺ ജോർജ് അവിടുത്തെ 2 വാർഡുകളിലെ കാര്യമാണ് പറയുന്നത്. ബാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതുപോലെ കേരളത്തിലെ മറ്റു പല പഞ്ചായത്തുകളിലും ഒളിഞ്ഞും തെളിഞ്ഞും പതുങ്ങിയും പാത്തും ഒക്കെ ഇവര് UDFനോടൊപ്പം തന്നെ തോളിൽ കൈയിട്ടുകൊണ്ട് നിന്നുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. മതഭീകരരെ വോട്ടിനായി പാലൂട്ടി വളർത്തുന്ന ഒരു രീതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇവര് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഇവരുടെ ബന്ധം വളരെ പ്രകടമായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുപോലെ തീവ്രവാദ സംഘടനകളെ ഒപ്പം ചേർക്കുന്ന UDF കോൺഗ്രസ് നയത്തിന്റെ ഉദാഹരണമാണ് ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കണം, രാജ്യസ്നേഹികളായ എല്ലാവരും കോൺഗ്രസിന്റെ UDFന്റെ ഈ രാജ്യദ്രോഹ നയം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവർ കോൺഗ്രസുകാർ കാണിക്കുന്ന രാജ്യസ്നേഹം ഏത് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? LDF കൺവീനറായിട്ട് രാമകൃഷ്ണൻ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞ എന്താണ്? LDF വിപുലീകരിക്കും, ലീഗിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏതടിസ്ഥാനത്തില്? മതതീവ്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് പുറമേ കാണിക്കുന്നത് മാത്രമാണ്. കാരണം ലീഗ് എങ്ങോട്ടേക്ക് ഇപ്പോൾ ചാഞ്ഞു നിൽക്കുന്നുവോ അതിനനുസരിച്ച് ഈ മുസ്ലിം സ്വഭാവത്തോടു കൂടിയ ഈ തീവ്രവാദ സംഘടനകളും ലീഗിനോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ലീഗിന്റെ കുടക്കീഴിലാണ് ഇവർ നിൽക്കുന്നത്. അത് നമ്മുടെ നാടിന് തന്നെ വലിയ ദ്രോഹമാണ്. 2026 UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മതതീവ്രവാദ സംഘടനകളും വലിയ അപ്രമാദിത്വം കാണിക്കും. ലീഗിന്റെ അപ്രമാദിത്വം ഒരു വഴി, അത് പോരാഞ്ഞിട്ട് SDPIയും ജമാഅത്തെ ഇസ്ലാമിയെയും വല്ലാത്ത പ്രോത്സാഹനം കൊടുക്കേണ്ടി വരും കോൺഗ്രസിന്. കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ആരാണ് ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത്? CPM തന്നെയല്ലേ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ മരണവും ആലപ്പുഴയിലെ ഉയർന്നു കേട്ട മുദ്രാവാക്യം, കേരള ജനതയെ മുഴുവൻ ഞെട്ടിച്ച മുദ്രാവാക്യവും, ഇതെല്ലാം ആര് വളം വെച്ചു കൊണ്ടുവന്ന് കൊടുത്തതാണ്? CPM തന്നെ. ആ CPMന് ഏതെങ്കിലും തരത്തിൽ ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മതതീവ്രവാദ സംഘടനകളുടെ വോട്ട് കിട്ടും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയ അപകടകരമായ പോക്കിലേക്കാണ് എന്നാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.